ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. ക്യാരറ്റ് രസ്മലായി വീട്ടിലുള്ള കുട്ടികൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. Yummy. Tasty. Good. You can make it too. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരുടെ മുമ്പിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു 3-4 ക്യാരറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ്, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തുണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി, പക്ഷേ മുറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം കുറച്ച് അരയാതെ കിടക്കും. അതുകൊണ്ടത് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. ഇനി അതിലേക്കൊരു അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അരയാൻ പാകത്തിനുള്ള കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര മധുരം വേണോ ഒരല്പം മധുരം ഇട്ട് കൊടുത്താൽ മതി, കാരണം ക്യാരറ്റിലെ മധുരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിനി അവസാനമായിട്ട് പാലിൽ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് ഒരല്പം മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ദേ ഞാനിപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത ഈ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ജലാംശമൊക്കെ ഉണ്ടല്ലോ, ആ ജലാംശമൊക്കെ ഒന്ന് വറ്റി പിന്നെ നന്നായിട്ട് ആ ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി 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 ഒന്ന് കുറുക്കിയെടുക്കുക. കാരണം ഇത് നമുക്ക് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരു അല്പം റവയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. റവ മാത്രമല്ല, ഇതിന് പിന്നാലെ നമ്മൾ കുറച്ച് പനീറും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്ത് നോക്കുകയാണ്. അത് നോക്കിയും കണ്ടും വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് തട്ടണ്ട. അതിൻ്റെ ആ തിക്നെസ് നോക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ആദ്യം ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്യാൻ നേരം അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവസാനം കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും മധുരം. ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഒരുപാട് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം അത് കുറച്ച് ലൂസായിരുന്നു ആ ക്യാരറ്റ്, അത്ര നന്നായിട്ട് തിക്കായിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം പനീർ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ പനീർ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പനീർ പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ എപ്പോഴും പനീർ വീട്ടിൽ ചെയ്ത് വെക്കുക പതിവ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പനീറിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട്, അതിന് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ക്യാരറ്റ് നമുക്ക് ഉരുട്ടുന്ന പരുവത്തിലാകുന്നത് വരെ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. എത്ര പനീർ ഇട്ട് കൊടുത്താലും അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നും പറഞ്ഞ് ഒരുപാടൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഞാനിപ്പം എന്തേ കാണിച്ചില്ലേ, ഇത്രയും പനീർ മാത്രം ചേർത്താൽ മതിയാവും. കുറച്ചുകൂടെ നന്നായിട്ട് പനീർ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് ഇളക്കി അത് യോജിപ്പിച്ച് അത് നല്ലതുപോലെ ഒരു കട്ടിയായിട്ടുള്ളൊരു മാവായിട്ട് മാറും. അത് നമ്മുടെ ഒരു ഡോ ആയിട്ട് മാറും. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഇതുപോലെ നല്ല ഉരുട്ടാൻ പാകത്തിന് തയ്യാറാക്കി അടുപ്പിൽ വെച്ച് ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അയ്യോ പനീറൊക്കെ ചേർക്കണമല്ലോ, പിണക്കെട്ട പണിയെന്നൊന്നും വിചാരിക്കേണ്ട. എളുപ്പമാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. ആ പനീറിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ നന്നായിട്ട് ഞാനത് ആ ഉരുളകളാക്കാനുള്ള പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊരല്പം എണ്ണ തേച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിന്, അതായത് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, ഇതിൽ കൂടുതൽ വലുതാക്കണ്ട. ഈ ഒരു പരുവത്തിന് ഒരു മീഡിയം ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കുക. എല്ലാം ഇതുപോലെ ഞാൻ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാല്, നമുക്ക് എത്ര പേർക്കാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി, ഞാൻ എപ്പോഴും ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുകയാണ് പതിവ്, വാങ്ങിക്കുന്ന പൊടിയല്ല, ഞാൻ പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ളതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ടേസ്റ്റ് തന്നെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഒരല്പം കുങ്കുമപ്പൂവ് പാലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കേസരിയുടെ കളർ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു നല്ല ഒരു ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നത് കൊണ്ട് അത് അല്പം പാലിൽ
ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടുപ്പിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം അത് എടുത്തിട്ട് ഞാൻ പകുതിയേ എടുത്തിട്ടുള്ളൂ, പകുതി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ ആവശ്യത്തിന് മാത്രം പകുതി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്തിടണം. ബാദാം, കാഷ്യൂസ്, ഇതെല്ലാം ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത് അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിൽ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഇടാം. എന്താ പിസ്തായോ എന്തുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്കിങ്ങനെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരല്പം ഒന്ന് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ വേണമെങ്കിലും ഈ ബോൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. നല്ല വെറൈറ്റി ആയിട്ടും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.